ഇസ്രയേലിൽ നിന്നാണേ. നമുക്കിന്ന് കളർഫുള്ളായ ടേസ്റ്റിയായ ഒരു ചിക്കൻ മസാല ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടേബിൾ സ്പൂണ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് നാരങ്ങാ നീരാണ്. പുളിക്ക് വേണ്ടി കുറച്ച് നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വേണം കേട്ടോ. ഞാൻ മസാലക്കൂട്ടിന് വേണ്ടി നാരങ്ങാ നീരും വെളിച്ചെണ്ണയുമാണ് ഇത് പുരട്ടി യോജിപ്പിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കൊന്ന് പുരട്ടി യോജിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂർ ഈ മസാല ഈ ചിക്കനിലേക്കൊന്ന് പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിന് മസാലക്കൂട്ടിനുള്ള സാധനങ്ങൾ എടുക്കാം. വലിയ 2 സവാള ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10 ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാം. തക്കാളിക്കയുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാപ്സിക്കം ഉണ്ട്. നമ്മുടെ കറിയുടെ ടേസ്റ്റിനായിട്ട് നമ്മളിന്നൊരു വെറൈറ്റി ടേസ്റ്റാണ്, അതിന് നമ്മൾ ക്യാപ്സിക്കമാണ് ഉപയോഗിക്കുന്നത്. അടികട്ടിയുള്ള ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കന് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഡീപ്പ് ഫ്രൈ വേണ്ട, വെള്ളമൊന്ന് വറ്റി നിൽക്കത്തക്ക പോലെ, എന്നാൽ വേകുകയും വേണം. ആ ഒരു പരുവത്തിന് ഒരു നോർമൽ ഫ്രൈയിലേക്ക് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, ഡീപ്പ് ഫ്രൈ ആയിപ്പോകരുത്. നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 1-2 തവണയായിട്ട് മറിച്ചും തിരിച്ചുമൊക്കെ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്മൂത്തി പരുവം, ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല. ഇപ്പം നമുക്ക് കോരി മാറ്റാം. എന്തിനാണ് കോരി മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ എണ്ണയാണ് നമ്മൾ മസാല കൂട്ടിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഈ ചിക്കനിലെ എണ്ണ കുറച്ചങ്ങ് വാർന്നു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിലൊന്ന് മാറ്റിയിട്ട് ഇതേ പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിലുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും നമ്മുടെ ഉണ്ടമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. എനിക്ക് ഇവിടെ ഉണ്ടമുളകാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നമ്മൾ മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള കൊത്തി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ സവാളയൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാള ഇങ്ങനെ പൊടിക്കിട്ട് അരിഞ്ഞാൽ എന്താണെന്നറിയാമോ? നന്നായിട്ട് നമ്മുടെ മസാലയ്ക്ക് തിക്ക് കിട്ടും. നല്ല തിക്കുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിക്കന് ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ മസാലയ്ക്ക് വേണ്ടി നമ്മുടെ സവാള ഇങ്ങനെ കൊത്തി അരിഞ്ഞ് ചേർക്കുന്നത്. പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ. ഇനി നിങ്ങൾക്ക് മൂടി വെച്ചിട്ടോ അല്ലാതെയോ ഇതൊരു സ്മൂത്തി പരുവത്തിലേക്ക് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ മൂടി വെച്ചിട്ടില്ല, ഇങ്ങനെ ഇളക്കി ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് ഒരു കറക്റ്റ് പരുവമാണ്. നന്നായിട്ട് സവാള വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മസാലയ്ക്ക് എത്ര, നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ മസാലയുടെ ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം ഉപ്പ് വേണോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്തോളൂ കേട്ടോ. നമ്മുടെ ക്യാപ്സിക്കം സവാളയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെ ഞാൻ സൈഡിലേക്കൊന്ന് വാർന്ന് വെച്ചിട്ട് കുറച്ചുകൂടെ ഓയിലൊന്ന് തൂവി കൊടുത്തിട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ക്രഷ്ഡ് കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂണ് പെരുംജീരകം, കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി. ഇനി ഇവ നന്നായിട്ട് ചേർത്ത് ഇളക്കി
ഈ മസാലയുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിക്കായും മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. ഒരു മീഡിയം ടൈപ്പ് തക്കാളിക്ക തോല് കളഞ്ഞ് കുഞ്ഞു കുഞ്ഞാക്കിയതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. തക്കാളിക്ക ഒന്ന് വെന്ത് വരട്ടെ. നമുക്കിങ്ങനെ നിരത്തി തന്നെ ഇട്ട് വേവിച്ചാൽ മതി. ഇനി മൂടി വെച്ച് നിങ്ങൾക്ക് വേവിക്കണമെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. തക്കാളിക്ക് ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ ഗ്രേവി ഒന്ന് ശകലം ലൂസായി കിട്ടട്ടെ. കുറച്ച് ലൂസായിട്ട് കിട്ടണം ഈ ഗ്രേവി. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചിക്കൻ ഇതിലേക്കിട്ട് പുരട്ടിയെടുക്കേണ്ടതായതുകൊണ്ടാണേ. ഒരു അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഗ്രേവി ഒന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിച്ച് പോകരുത്, തീ കുറച്ചിടണം. ഇപ്പം നമുക്ക് ഉപ്പ് നോക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്ക് കുറച്ചുകൂടെ ഉപ്പ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവാനായിട്ട് വെക്കാം. ഗ്രേവി ഇവിടെ ഏകദേശം റെഡിയാണ്, നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ പരുവത്തിന് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചിക്കന് മൈദയ്ക്കകത്ത് മുക്കി മൈദയായിരുന്നല്ലോ നമ്മൾ മസാലയ്ക്കകത്ത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ചിക്കന് ഉടഞ്ഞു പോകത്തില്ല. നമുക്ക് ചിക്കൻ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് കിട്ടും. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ചെറുതായിട്ട് ചിക്കൻ ഒന്ന് മുരിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വെള്ളം അങ്ങ് പോകും. പിന്നെ ചിക്കൻ ഉടയാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡിയാണ്. കളർഫുള്ളായ ഒരു ചിക്കൻ മസാല, നല്ല ടേസ്റ്റിയുമാണ്, കളർഫുള്ളുമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊറോട്ടയ്ക്ക്, പിന്നെ പത്തിരിക്ക്, ചപ്പാത്തി കഴിക്കാൻ, ബ്രെഡ്, ചോറ് എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ഞങ്ങളിവിടെ ക്യാപ്സിക്കമൊക്കെ പച്ചയ്ക്കാണ് കഴിക്കുന്നത്. നല്ല കൂടുതലും നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ, പിന്നെ ചിക്കൻ വേവിക്കാൻ നേരം, ഇങ്ങനെയൊക്കെ നമ്മൾ സലാഡിന് ഒക്കെ നമ്മൾ ക്യാപ്സിക്കം ഉപയോഗിക്കും. അപ്പോൾ ഇതാ നോക്കിക്കേ, നല്ല കളർഫുള്ളായ ചിക്കൻ പെരട്ട് ഇവിടെ റെഡിയാണ്. നോക്കിക്കേ, നല്ല രസമില്ലേ കാണാൻ? രസം മാത്രമല്ല, കാണാനുള്ള രസം മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. അപ്പോൾ ആരും ഒന്ന് കണ്ടിട്ട് ഒരു അഭിപ്രായവും പറയുന്നില്ല. അപ്പം എല്ലാവരും അഭിപ്രായം പറയണം. കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ. കഴിയുമെങ്കിൽ ഒരു ലൈക്കും ചെയ്തോളൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം വീണ്ടും ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.